പ്രൊഫസർ കെ.വി. തോമസ് വിദ്യാധനം ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാതൃഭൂമി മധുരം മലയാളം പദ്ധതിക്ക് തുടക്കമായി. ഫോർട്ട് കൊച്ചി ഫാത്തിമ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം.വി. ശ്രേയാംസ് കുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഫോർട്ട് കൊച്ചി ഫാത്തിമ ഗേൾസ് ഹൈസ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടായിരുന്നു മാതൃഭൂമിയുടെ മധുരം മലയാളം പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭാഷാസ്നേഹവും വായനാശീലവും പുതുതലമുറയിലെ കുട്ടികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മധുരം മലയാളം പ്രൊഫസർ കെ.വി. തോമസ് വിദ്യാധനം ട്രസ്റ്റുമായി ചേർന്ന് മാതൃഭൂമി നടപ്പിലാക്കുന്നത്. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം.വി. ശ്രേയാംസ് കുമാർ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ യാഥാർത്ഥ്യങ്ങൾ വായിക്കാൻ ശ്രമിക്കണമെന്നും പാരിസ്ഥിതിക അവബോധം വളർത്തിയെടുക്കണമെന്നും ഇനിയും ഒരുപാട് തലമുറകൾക്ക് ജീവിക്കാനുള്ളതാണ് നമ്മുടെ ഭൂമിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാരിസ്ഥിതിക അവബോധം നല്ലപോലെ വളർത്തിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. കാരണം ഇനിയും തലമുറകൾ ജീവിക്കേണ്ട ഭൂമിയാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് അവകാശങ്ങൾ മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും തുല്യാവകാശങ്ങളൊന്നാണ് ഭൂമി എന്ന് പറയുന്നത്. നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ. വായനയിലൂടെ കുട്ടികളുടെ ഭാഷ വളരാനുള്ള സൗകര്യമൊരുക്കുകയാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രൊഫസർ കെ.വി. തോമസ് പറഞ്ഞു. മാതൃഭൂമി മധുരം മലയാളം എന്ന പദ്ധതിയിലൂടെ നമ്മുടെ വിദ്യാർത്ഥി ലോകത്തിലേക്ക് വായനയുടെയും വിജ്ഞാനത്തിൻ്റെയും വെളിച്ചം പകരുന്ന പദ്ധതിയാണ്. പദ്ധതിയുടെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ മാതൃഭൂമി പത്രം ലഭ്യമാക്കുന്നതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനവും നടന്നു. പരിസ്ഥിതിയെ ചേർത്തുപിടിക്കാൻ കുട്ടികൾക്കായി വേപ്പിൻ തൈകളും വിതരണം ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.